ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളതാണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മൂന്നെണ്ണമാണ്: ലൈൻ ഓർഗനൈസേഷന്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷന്, ദെൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഇതിൽ ലൈൻ ഓർഗനൈസേഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കുകളെല്ലാം ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടൊന്ന് ചാനൽ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദി ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ്. ലൈൻ ഓഫീസേഴ്സിൻ്റെയും സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അതായത് നോർമൽ മാനേജേഴ്സിന് പുറമെ അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടെ സ്റ്റാഫും കൂടെ ഉണ്ടാവുന്നതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. അക്കോർഡിംഗ് ടു ലൂയിസ് എ എലൻ, line refers to those elements which have the responsibility and authority and are accountable for accomplishment of primary objectives. Line എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് those elements which have the responsibility and authority and are accountable for accomplishment of primary objectives. ഓർഗനൈസേഷൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യുന്നതിന്, നേടിയെടുക്കുന്നതിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ള, അതിനുള്ള റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഉള്ളവരാരാണോ ആ എലമെൻറ്റിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്. സ്റ്റാഫ് റെഫേഴ്സ് ടു ദോസ് എലമെൻറ്റ്സ് വിച്ച് ഹാവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഫോർ പ്രൊവൈഡിങ് അഡ്വൈസ് ആൻഡ് സർവീസ് ടു ലൈൻ ഇൻ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേൽപ്പറഞ്ഞ ലൈൻ മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസസ്, ഉപദേശങ്ങൾ നൽകാൻ അധികാരമുള്ള, ഉത്തരവാദിത്തമുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The line executives have the executive authority. ലൈൻ എക്സിക്യൂട്ടീവ്സിന് എക്സിക്യൂട്ടീവ് അതോറിറ്റി ആണുള്ളത്, കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള അധികാരമാണ് ഉള്ളത്. The staff officers are required to advise and assist line managers to achieve objectives. ഈ ലൈൻ എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സിന് ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസുകളും അസിസ്റ്റൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ ഡ്യൂട്ടി. The staff officers have no control over the workers. ജസ്റ്റ് മാനേജേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ, അല്ലാതെ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാനോ മറ്റുള്ള പവർ സ്റ്റാഫ് ഓഫീസേഴ്സിനില്ല. ദേ ഷുഡ് അഡ്വൈസ് ആൻഡ് ഹെൽപ്പ് ലൈൻ മാനേജേഴ്സ് ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻ. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ലൈൻ മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യുക, സഹായിക്കുകയാണ് അവർ ചെയ്യേണ്ടത്. then അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ് ടു ലോവർ വൺ. ടോപ്പ് മാനേജ്മെൻറ്റിൽ നിന്നും ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് തന്നെയാണ് അധികാരം ഇവിടെയും പാസ് ചെയ്യുന്നത്, ലൈൻ ഓർഗനൈസേഷനെ പോലെ തന്നെ. സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഇൻ ദ ലൈൻ ഓർഗനൈസേഷൻ ടു ഹെൽപ്പ് ദ ലൈൻ അതോറിറ്റീസ്. ലൈൻ എക്സിക്യൂട്ടീവ്സിന് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സിന് അല്ലെങ്കിൽ ലൈൻ അതോറിറ്റീസിന് എല്ലാം ഒന്ന് തന്നെയാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈൻ ഓർഗനൈസേഷൻ്റെ വിവിധ പോയിന്റുകളിൽ നിയമിക്കപ്പെട്ടവരാണ് സ്റ്റാഫ് ഓഫീസേഴ്സ്. Staff officers should provide expert opinion, guidance and advice to the line authorities. ലൈൻ അതോറിറ്റീസിന് എക്സ്പേർട്ട് അഡ്വൈസ്, ഇവരെല്ലാം ഓരോരോ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തികളായിരിക്കും. അപ്പോൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടായിട്ടുള്ള ഒപ്പീനിയനുകൾ, ഗൈഡൻസ്, അഡ്വൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. Then staff officers have no control over subordinates. സ്റ്റാഫ് ഓഫീസേഴ്സിന് സബോർഡിനേറ്റിൽ കൺട്രോൾ ഒന്നുമില്ല. It is a combination of line organization and functional, that is staff organization. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. Under this system, there are line officers who have authority and command over the subordinates and are accountable for tasks entrusted to them. ഈ സിസ്റ്റത്തിനകത്ത് ലൈൻ ഓഫീസേഴ്സിന് അവരുടെ സബോർഡിനേറ്റിൻ്റെ മുകളിൽ അധികാരമുണ്ട്, അവരോട് കമാൻഡ് ചെയ്യാനും പറ്റും. and are accountable for the task entrusted to them. അവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്ക് അവർ അക്കൗണ്ടബിളുമാണ്. ആൻഡ് ദർ ആർ സ്റ്റാഫ് ഓഫീസേഴ്സ് ഓർ സ്പെഷ്യലിസ്റ്റ് ടു ഓഫർ എക്സ്പേർട്ട് അഡ്വൈസ് ടു ദ ലൈൻ ഓഫീസേഴ്സ് ടു പെർഫോം ദർ ടാസ്ക് എഫിഷ്യൻ്റ്ലി. അതേസമയം ലൈൻ ഓഫീസേഴ്സിന് അവരുടെ ടാസ്ക് എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കുകയാണ് സ്റ്റാഫ് ഓഫീസേഴ്സ് ചെയ്യുന്നത്. Line and staff organization, there is a clear distinction between the two aspects of administration. അഡ്മിനിസ്ട്രേഷൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളുണ്ട്. അവയ്ക്കിടയിൽ വ്യക്തമായിട്ടുള്ളൊരു വ്യത്യാസം നമുക്ക് ഈ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനിൽ കാണാൻ സാധിക്കും. ഇത് ഏതൊക്കെയാണ്? രണ്ട് ആസ്പെക്റ്റ്, പ്ലാനിങ്ങും എക്സിക്യൂഷനും. അത് രണ്ടും ഇവിടെ വ്യക്തമായിട്ട് ആരാണ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കപ്പെടുന്നുണ്ട്.
The staff personnel prepares the plans and give advice to the line officials. സ്റ്റാഫ് പേഴ്സണൽസ് ആണ് പ്ലാനുകൾ തയ്യാറാക്കുന്നതും അതുപോലെ ലൈൻ ഓഫീഷ്യൽസിന് അതോറിറ്റീസിന് ആവശ്യമായ അഡ്വൈസ് കൊടുക്കുന്നതും. ദ ലൈൻ ഓഫീഷ്യൽസ് എക്സിക്യൂട്ട് ദ പ്ലാൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റൽ പേഴ്സണൽസ്. ഡിപ്പാർട്ട്മെന്റിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ വർക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, നടപ്പിൽ വരുത്തുകയാണ് ലൈൻ ഓഫീസേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെയാണ്, പ്ലാനിങ്ങും എക്സിക്യൂഷനും കൂടെയാണ്. അത് ലൈൻ ഓർഗനൈസേഷനിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഇവിടെ അത് രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത്. The line and staff organization is based on the principle of specialization. സ്പെഷ്യലൈസേഷൻ എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് ദ സ്റ്റാഫ് ഓഫീസേഴ്സ് സ്പെഷ്യലൈസ് ഇൻ ദ പ്ലാനിംഗ് ഫംഗ്ഷൻ. സ്റ്റാഫ് ഓഫീസേഴ്സ് പ്ലാനിംഗ് ഫംഗ്ഷനിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. ലൈൻ ഓഫീസേഴ്സ് സ്പെഷ്യലൈസ് ഇൻ ദി എക്സിക്യൂഷൻ ഓർ ഡൂയിങ് ഫംഗ്ഷൻ ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിലെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡൂയിങ്, കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സ്പെഷ്യലൈസ് ചെയ്തവർ ലൈൻ ഓഫീസേഴ്സും ആയിരിക്കും. അപ്പം അതിനും പുറമെ നമുക്ക് ഒന്നുകൂടെ എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്റ്റാഫ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പം ഓരോരോ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തവരും കൂടെ ആയിരിക്കും. ഇപ്പം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ആ ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തവരുണ്ടാകും, അവരായിരിക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുക. അതുപോലെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ് ചെയ്തവർ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരിക്കും. അങ്ങനെ ഫൈനാൻസുമായി ബന്ധപ്പെട്ടവർ ഫൈനാൻസിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോരോ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തവരും കൂടെ ആയിരിക്കും ഉണ്ടാവുക. എന്തൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ മെറിറ്റ്സിലും ഡിമെറിറ്റ്സിലും എല്ലാം തന്നെ നമുക്ക് വരിക. മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, നാച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഫീച്ചേഴ്സും മെറിറ്റ്സും എല്ലാം നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. സൗണ്ട് മാനേജീരിയൽ ഡിസിഷൻസ്. Staff specialists help and advise while taking decisions by line managers. So they are able to take prompt decisions. Sound നല്ല മാനേജറിയൽ ഡിസിഷൻസ് ഇത്തരം സ്ഥാപനങ്ങൾ എടുക്കപ്പെടുന്നു. അതിനുള്ള കാരണം എന്താ? സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റ് ഹെൽപ്പ് ആൻഡ് അഡ്വൈസ് വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് ബൈ ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് സ്റ്റാഫ് സ്പെഷ്യലിസ്റ്റുകൾ അവരെ സഹായിക്കുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഏബിൾ ടു ടേക്ക് പ്രോംപ്റ്റ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ അവർ ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന്, വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവർക്ക് സാധിക്കുന്നുള്ളതാണ്. ഫ്ലെക്സിബിലിറ്റി. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനുകളും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഡെവലപ്മെന്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ദ ഓർഗനൈസേഷൻ വിൽ അപ്പോയിന്റ് മോർ സ്റ്റാഫ് ഓഫീസേഴ്സ്. കൂടുതൽ സ്റ്റാഫ് ഓഫീസേഴ്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. The experienced and old employees will get chance of being appointed as staff officers. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഓൾഡ് ആയിട്ടുള്ള, അതായത് സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞ് പോകേണ്ട സ്റ്റേജ് എത്തിയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ തന്നെ വീണ്ടും ചാൻസ് കിട്ടുകയാണ് സ്റ്റാഫ് ഓഫീസേഴ്സ് ആയിട്ട് അവിടെ. കാരണം അവരുടെ ഒരുപാട് കാലത്തെ അനുഭവം അവർക്ക് പുതുതായിട്ട് വരുന്ന മാനേജേഴ്സിന് കൈമാറാൻ പറ്റും. അപ്പം അങ്ങനെ എക്സിക്യൂട്ടീവ്സിന് കൂടുതൽ വളരാനുള്ള സാധ്യത ഇത്തരം സ്ഥാപനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. And unity of command. The rights of issuing orders are vested within line managers. ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ലൈൻ മാനേജേഴ്സിൽ മാത്രമാണ് ചുമത്തപ്പെട്ടുള്ളതെങ്കിൽ അവർക്ക് മാത്രമേ ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുള്ളൂ. സോ അത് സബോർഡിനേറ്റ് വിൽ ഗെറ്റ് ഓർഡേഴ്സ് ഫ്രം ദെയർ ബോസ്. സബോർഡിനേറ്റ്സിന് അവരുടെ ബോസിൽ നിന്ന് മാത്രമാണ് ഓർഡർ കിട്ടുക. സോ യൂണിറ്റി ഓഫ് കമാൻഡ് ക്യാൻ ബി മെയിൻറ്റെയിൻ ഇൻ ദി എൻ്റർ ഓർഗനൈസേഷൻ. മാനേജറെ സഹായിക്കാൻ വേണ്ടി ഏകദേശം അതേ പവറുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സബോർഡിനേറ്റിന് കമാൻഡ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ പേരിൽ നിന്നും കമാൻഡ് സബോർഡിനേറ്റ്സിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവിടെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. ദെൻ റിഡക്ഷൻ ഓഫ് ബേർഡൻ. കുറേ ഭാരം കുറയ്ക്കുന്നുണ്ട്. ദ സ്റ്റാഫ് അതോറിറ്റീസ് ഹെൽപ്പ് ടു സോൾവ് ദ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ഫങ്ഷൻസ്. ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫംഗ്ഷൻ ഏതാണോ, പ്രൊഡക്ഷൻ ആവാം, മാർക്കറ്റിംഗ് ആവാം, ഫൈനാൻസ് ആവാം, റിസർച്ച് ആവാം, അങ്ങനെയുള്ള ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് സ്റ്റാഫ് അതോറിറ്റീസ് മറ്റുള്ളവരെ സഹായിക്കുന്നു. സോ ലൈൻ മാനേജേഴ്സ് ക്യാൻ ഗെറ്റ് റിലീഫ്. അവർ കുറച്ചും കൂടെ ഒരു ആശ്വാസമൊക്കെ അവർക്ക് കിട്ടും. ദേ ക്യാൻ ഓൺലി ഡീൽ വിത്ത് ലെസർ പ്രോബ്ലംസ്. കുറച്ച് പ്രശ്നങ്ങൾ മാത്രം അവർ കൈകാര്യം ചെയ്താൽ മതിയാവും. അതുകൊണ്ട് അവരുടെ ഭാരം കുറേ റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്ലാൻഡ് സ്പെഷ്യലൈസേഷൻ. This type of organization based on planned specialization. ഇത്തരം ത്തിലുള്ള ഓർഗനൈസേഷനുകൾ പ്ലാൻഡ് സ്പെഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
and the conflict. There is a chance of conflict between line and staff authorities. അല്ലേ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ലൈൻ അതോറിറ്റീസിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ടീം ഉണ്ടാവുകയാണ്. അപ്പോൾ അവർ തമ്മിൽ ചിലപ്പം കോൺഫ്ലിക്റ്റിന് സാധ്യതയുണ്ട്. ഒരാൾ പറഞ്ഞത് ഒരാൾ കേൾക്കണം എന്നില്ല. കേസ് ഓഫ് നോൺ അച്ചീവ്മെൻറ്റ് ദ ലൈൻ അതോറിറ്റീസ് will blame staff officers. Demerits of line and staff organizations. എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകളെന്ന് നോക്കാം. കോൺഫ്ലിക്റ്റ്. ദർ ഈസ് എ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് അതോറിറ്റീസ്. ലൈൻ അതോറിറ്റീസിൻ്റെയും സ്റ്റാഫ് അതോറിറ്റീസിൻ്റെയും ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ഓഫ് നോൺ അച്ചീവ്മെൻറ്റ് ദ ലൈൻ ഓഫീസേഴ്സ് വിൽ ബ്ലെയിം സ്റ്റാഫ് ഓഫീസേഴ്സ്. സ്റ്റാഫ് ഓഫീസേഴ്സ് വിൽ ബ്ലെയിം ലൈൻ എക്സിക്യൂട്ടീവ്സ് ഓഫ് നോൺ ഇംപ്ലിമെൻറ്റിംഗ് ദർ സജഷൻസ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യപ്പെടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈൻ ഓഫീസേഴ്സ് ആരെ കുറ്റപ്പെടുത്തും? സ്റ്റാഫ് ഓഫീസേഴ്സിനെ കുറ്റപ്പെടുത്തും. സ്റ്റാഫ് ഓഫീസേഴ്സോ ദേ വിൽ ബ്ലെയിം ലൈൻ എക്സിക്യൂട്ടീവ്സ് ഓഫ് നോട്ട് ഇംപ്ലിമെൻറ്റിംഗ് ദർ സജഷൻസ് ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്താത്തതിന് ലൈൻ എക്സിക്യൂട്ടീവ്സിന് സ്റ്റാഫ് ഓഫീസേഴ്സും ബ്ലെയിം ചെയ്യും. ഇൻഎഫക്റ്റീവ് സ്റ്റാഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് അതോറിറ്റി. സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അതോറിറ്റി ഇല്ല. എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ നോട്ട് പ്രൊവൈഡഡ് ടു സ്റ്റാഫ് ഓഫീസേഴ്സ്. സ്റ്റാഫ് ഓഫീസേഴ്സിന് എക്സിക്യൂട്ടീവ് പവർ കൊടുക്കുന്നില്ല, നടപ്പിൽ വരുത്താനുള്ള പവർ ഒന്നും കൊടുക്കുന്നില്ല. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് ഇൻഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദം. അതുകൊണ്ട് തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദേ ആർ ഓൾസോ ജലസ് ടുവേർഡ്സ് ലൈൻ മാനേജേഴ്സ്. ലൈൻ മാനേജേഴ്സിനോട് അവർക്ക് അസൂയ തോന്നിയേക്കാം. ഇറ്റ് വിൽ ഡെവലപ്പ് ആൻ ഇൻഡിഫറെൻറ്റ് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സ്. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ ഇടയിൽ ഒരു ശരിയല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനത് സാധ്യതയുണ്ട്. അവരൊരുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നില്ല. ഇൻക്രീസ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എക്സ്പേർട്ട് ആൻഡ് സ്പെഷ്യലിസ്റ്റ് വിൽ ഡിമാൻഡ് ഹയർ വേജസ്. ഇത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ചിലവ് കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഒരു പോരായ്മയാണ്. എക്സ്പേർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾ ഇവരെല്ലാം തന്നെ ഹയർ വേജസ് ഡിമാൻഡ് ചെയ്തേക്കാം, ആവശ്യപ്പെട്ടേക്കാം. ഇറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇത് അഡ്മിനിസ്ട്രേഷൻ്റെ കോസ്റ്റ് വർദ്ധിപ്പിച്ചേക്കാം. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ആൻ ഇൻക്രീസ് ഇൻ പ്രൈസ്. കോസ്റ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഡക്റ്റുകളുടെ പ്രൈസും കൂടും. അപ്പോൾ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഹാർംഫുള്ളായിരിക്കും. ദെൻ കൺഫ്യൂഷൻ അബൌട്ട് പൊസിഷൻ. സ്ഥാനത്തെ സംബന്ധിച്ചുള്ള സംശയം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിവൈഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിപ്പാർട്ട്മെൻറ്റുകളെ വീണ്ടും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമുക്ക് വേർതിരിക്കാൻ സാധ്യമല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഇൻഡിക്കേറ്റ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്ലിയർലി. അപ്പോൾ അങ്ങനെ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യക്തമായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. Therefore, the duties and responsibilities of staff members cannot be indicated clearly. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫ് മെമ്പേഴ്സിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ കഴിയില്ല. സോ കൺഫ്യൂഷൻ ഈസ് ക്രിയേറ്റഡ് അബൌട്ട് പൊസിഷൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പൊസിഷൻ എന്താണ് ഏതുവരെയൊക്കെ ആവാം ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവിടെ ഒരു കൺഫ്യൂഷന് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. Then too much dependence on experts. Line managers do not take too much risk in taking decisions. തീരുമാനങ്ങൾ എടുക്കുന്നതിന് വലിയ റിസ്ക് എടുക്കാനൊന്നും ആരും മെനക്കെടില്ല. ലൈൻ മാനേജേഴ്സ് ശ്രമിക്കില്ല. They will depend staff officers even in routine minor affairs. തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഉപദേശിക്കേണ്ടതൊക്കെ സ്റ്റാഫ് ഓഫീസേഴ്സ് ആണെന്നുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദിനേനയുള്ള റൊട്ടീനായിട്ടുള്ള മൈനർ അഫയേഴ്സ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ സ്റ്റാഫ് ഓഫീസേഴ്സിനെ ആശ്രയിച്ചു എന്ന് വരാം. The lack of accountability. Staff men are not accountable for the results. So they do not try to perform duties well. സ്റ്റാഫ് ഓഫീസിന് അഡ്വൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കണക്കിലെടുക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാമെന്നുള്ള ഉത്തരവാദിത്വം അതിനുള്ള അതോറിറ്റിയും ഒക്കെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഫ് മെന്നിനെ സംബന്ധിച്ചിടത്തോളം അവരിതിൻ്റെ റിസൾട്ടിന് അവർ ഉത്തരവാദികളൊന്നുമല്ല, അക്കൗണ്ടബിൾ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ അതെന്തായാലും അവർക്ക് വിഷയമില്ല എന്നുള്ള നിലയ്ക്ക് അവരവരുടെ ഡ്യൂട്ടീസ് വൃത്തിയായിട്ട് ചെയ്യണമെന്നില്ല. ദെൻ ചാൻസ് ഓഫ് മിസ്ഇൻ്റർപ്രിട്ടേഷൻ. There are chances of misinterpretation of staff recommendations by the line managers. ലൈൻ മാനേജേഴ്സ് സ്റ്റാഫ് നൽകുന്ന റെക്കമെൻഡേഷൻസ്, ഉപദേശങ്ങളൊക്കെ തന്നെ തെറ്റായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ശരിയായ സെൻസിൽ തന്നെ അവരത് മനസ്സിലാക്കി കൈകാര്യം ചെയ്തോളണമെന്നില്ല. അവർ വേറെ രീതിയിൽ ചിന്തിച്ച് വേറൊരു രീതിയിൽ ചെയ്തേക്കാം. അത്രയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈൻ ഓർഗനൈസേഷൻ ആൻഡ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കാം.
ലൈൻ ഓർഗനൈസേഷനിൽ എക്സ്പേർട്ട് അഡ്വൈസ് ആർ നോട്ട് അവൈലബിൾ. അവിടെ സ്റ്റാഫ് ഇല്ലല്ലോ, സോ അവിടെ എക്സ്പേർട്ട് അഡ്വൈസ് ഇല്ല. ലൈൻ ആൻഡ് സ്റ്റാഫിൽ എക്സ്പേർട്ട് അഡ്വൈസ് അവൈലബിൾ ആണ്. ദർ ഈസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആണ് ലൈൻ ഓർഗനൈസേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളതിനെ മിലിറ്ററി ടൈപ്പ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ ലൂസ് ഡിസിപ്ലിൻ ആണ്. അത്രത്തോളം ടൈറ്റ് ആയിട്ടല്ല, കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. ദർ ഈസ് നോ നീഡ് ടു കൺസൾട്ട് സ്റ്റാഫ് ഓഫീസേഴ്സ് വൈൽ ടേക്കിംഗ് ഡിസിഷൻ. തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സ്റ്റാഫ് ഓഫീസേഴ്സിനെ സമീപിക്കുകയോ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ഡിസിഷൻ ക്യാൻ ബി ടേക്കൺ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം. അതുകൊണ്ട് സമയം പാഴാക്കാതെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. സ്റ്റാഫ് ഓഫീസേഴ്സ് ആർ ടു ബി കൺസൾട്ടഡ് ബിഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. സ്റ്റാഫ് ഓഫീസേഴ്സിൻ്റെ ഉപദേശം തേടേണ്ടതുണ്ട് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പായിട്ട്. ദെൻ ലൈൻ ഓർഗനൈസേഷനിൽ ദർ ഈസ് നോ സ്കോപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ്. അവിടെ മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള താല്പര്യങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അവരവർക്ക് അവരുടേതായ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഒരാളുടെ ഉപദേശം തേടേണ്ട ആവശ്യമൊന്നുമില്ല. ടോപ്പിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേ വേണ്ടുള്ളൂ. സോ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനകത്ത് ദർ ആർ ഒക്കേഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ്. ലൈനിൻ്റെയും സ്റ്റാഫിൻ്റെയും ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. സ്റ്റാഫ് പറഞ്ഞത് ലൈൻ മാനേജേഴ്സ് കേട്ടോളണം എന്നില്ല. അത് കേൾപ്പിക്കാനുള്ള അധികാരമാണെങ്കിൽ സ്റ്റാഫിൻ്റെ ഇല്ലാതാനും. അപ്പോൾ അവർക്കിടയിൽ ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ലൈൻ ഓർഗനൈസേഷൻ ഈസ് ലെസ് ഇലാസ്റ്റിക്. കുറച്ച് ഇലാസ്റ്റിക്കൽ, അതായത് കുറച്ചും കൂടെ ടൈറ്റാണ്, അത്ര ഫ്ലെക്സിബിൾ അല്ല. അതേസമയം ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ കുറച്ചും കൂടെ ഇലാസ്റ്റിക് ആണ്. ഇറ്റ് ഈസ് മോർ ഇലാസ്റ്റിക്. കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്, കുറച്ചും കൂടെ വിചാരിച്ചതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ ലൈൻ ഓർഗനൈസേഷൻ ഈസ് ലെസ് എക്സ്പെൻസീവ്. കുറച്ച് മാത്രമേ ചിലവുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എക്കണോമിക്കൽ. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ എക്കണോമിക്കൽ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ സ്റ്റാഫ് ഇല്ല, അവർക്കുള്ള സാലറി കൊടുക്കേണ്ടതൊന്നുമില്ല. ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ്. ഇവിടെ സ്റ്റാഫ് വേണം, കുറച്ചും കൂടെ ഓർഗനൈസേഷൻ വലുതായി പോകും അല്ലേ, സ്ട്രക്ചർ കുറച്ചും കൂടെ വലുതാവും. സോ അതുകൊണ്ട് കോസ്റ്റ് കൂടും. അതുകൊണ്ട് തന്നെ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിന് സ്യൂട്ടബിൾ അല്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ടല്ല, ഒരേപോലത്തെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിൽ അവരെല്ലാ കാര്യവും ചെയ്തോളണം. അവിടെ അഡ്വൈസ് ചെയ്യാനോ പ്രത്യേക ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളോ ഇല്ല. അതേസമയം ഇവിടെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അവിടെ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ മൂന്നാമത്തായിട്ടുള്ള ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. Till then, bye.